പറഞ്ഞ പോലെ ഒരു റിച്ച് മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഫാമിലി എക്സ്പീരിയൻസ് വൈസ് ഒക്കെ. അതൊരു മൂവി ഇൻഡസ്ട്രി വരുമ്പോൾ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ. തീർച്ചയായിട്ടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇളയപ്പൻ നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു, എല്ലാ ഇൻസ്ട്രുമെൻറ്റും പ്ലേ ചെയ്യുമായിരുന്നു. പിന്നെ അപ്പച്ചനും ഹാർമോണിയം ഇതെല്ലാം വായിക്കും. അപ്പോൾ ശരിക്കും അവർ മ്യൂസിക് കമ്പോസ് ചെയ്യേണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ആദ്യം പഠിപ്പിക്കുക. ഒരു ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇളയപ്പനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും എന്നെ വിളിച്ചാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പാട്ട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവർക്ക് തോന്നും ഇവിടെ ഒന്ന് വ്യത്യാസം വരുത്താം, അപ്പോൾ ഒന്ന് ഇങ്ങനെയൊന്ന് പാടി നോക്കിക്കേ. അപ്പോൾ അറിയാതെ അപ്പോൾ അവർ ചിലപ്പോൾ അപ്പച്ചനൊക്കെ ചെയ്യുമ്പോൾ രാഗം ബേസ് ചെയ്താണ് ചെയ്യുന്നത്. ഇളയപ്പനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രഷൻസ് ആണ്, കോഡ് പ്രോഗ്രഷൻ അങ്ങനെ വെച്ചാണ്. അപ്പോൾ ആ ഒരു മെത്തഡോളജി ഞാൻ അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണ് വായിക്കാൻ? എൻ്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ഗിറ്റാറാണ്. അതെന്താണ് അങ്ങനെ വന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പോൾ കമ്പോസിങ്ങിന് എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് അറിഞ്ഞിരിക്കണം ഒരു കമ്പോസർ എന്ന് ഉള്ള അഭിപ്രായമുള്ള ആളാണോ? തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർമണിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ചും കൂടി അതിൻ്റെ അറേഞ്ച്മെന്റ്സിന്റെ ലെവലിൽ പോകുമ്പോഴത്തേക്കും ഒരു ഇൻസ്ട്രുമെന്റ് അറിഞ്ഞിരിക്കണം. ഒരു ഇൻസ്ട്രുമെന്റ് അല്ല, എല്ലാ ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാവണം. മ്യൂസിക് എഡ്യൂക്കേഷനെ കുറിച്ച് എന്താണ്? മ്യൂസിക് എഡ്യൂക്കേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഏരിയ ആണ്. ഞാൻ അതിൽ ഒത്തിരി ഏരിയാസ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഐ ഹാവ് എ മ്യൂസിക് സ്കൂൾ, ക്രോസ് റോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ് കൊച്ചിനിലാണ് അത് ഉള്ളത്, കളമശ്ശേരിയിലാണ് അതിൻ്റെ ഞങ്ങളുടെ ഇത്. മ്യൂസിക് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പലരും ഇപ്പോൾ ഒരു കാണുന്നൊരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട്, ഇപ്പോൾ ഫിംഗർ ടിപ്സിലുണ്ട്. അപ്പോൾ ഒത്തിരി റെഡിമെയ്ഡ് മ്യൂസിക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എന്താ പറയുക ചെറിയ അങ്ങനെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ നല്ല സൗണ്ടിങ് നമുക്ക് കിട്ടും ചെയ്യും, കാരണം അതുപോലെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കാലിറ്റി വളരെ കുറവാകും, അവർ പഠിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. മ്യൂസിക്കിൻ്റെ ഇൻഡെപ്തിൽ അത് മനസ്സിലാക്കാനോ സമയം എടുക്കാതെ നേരെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴത്തേക്കും അങ്ങനെ ഇറങ്ങുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ലെവലിൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്റ്റാഗ്നൻ്റ് ആവും, ഒരു ഫർദർ മുന്നോട്ട് അവർക്ക് പോകാൻ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ശരിക്കും നമ്മൾ പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അൽഫോൺസ് ദ കമ്പോസർ, അൽഫോൺസ് സിംഗർ, ഏതാണ് അൽഫോൺസിന് കൂടുതൽ താല്പര്യം? ആൻഡ് ലൈഫിൽ ഏതാണ് കരിയറായിട്ട് കൂടുതൽ ബെനിഫിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ വന്ന വഴി, സ്റ്റാർട്ട് ചെയ്ത വഴി കമ്പോസിങ് ആണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ പാരലലി ഞാൻ ലൈവ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടുതലും ഞങ്ങളുടെ ഗോസ്പൽ ബാൻഡിൻ്റെ കൂടെയാണ് ചെയ്തത്. ഇൻ്റർനാഷണൽ ഷോസ് ഒക്കെ ഒത്തിരി ചെയ്തു. പക്ഷേ മൂവീസിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഐ വാസ് കമ്പോസർ എന്നുള്ള അതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്ന് AR റഹ്മാൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും, ആരോമല എന്ന് പറഞ്ഞ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലേബാക്ക് സിംഗിങ്ങിൽ ഒത്തിരി ഏരിയാസ് എക്സ്പ്ലോർഡായി. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തമിഴിൽ ഇപ്പോൾ പാട്ടുകാരനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ കുറേ പാട്ടുകൾ പാടി. കുംകിയില് നീ എപ്പോ പുള്ള സൊല്ല പോറ അതായിരുന്നു രണ്ടാമത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് എന്താണ് പിസ്സ എന്ന് പറഞ്ഞ മൂവിയില് എങ്കോ ഓടുകിൻറ, അതൊരു ഹെവി റോക്ക് ഒരു ഫീലിലുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ രാജാറാണിയിലെ സോങ് പാടി. പിന്നെ യുവൻ ശങ്കർ രാജയ്ക്ക് വേണ്ടിയിട്ട് ഒരു തങ്കമീൻകൾ എന്ന് പറഞ്ഞ പടത്തിൽ പാടി. അങ്ങനെ കുറേ സീരീസ് ഓഫ് സിംഗിങ് ഗ്രാഫ് ഇത്തിരി കൂടുതലാണ്. അതെ, ഇപ്പം മലയാളത്തിൽ റീസെൻ്റ് ആയിട്ട് മറ്റേ രാജമ്മ യാഹുവിലെ ഒരു ഖവാലി സോങ് പാടി ബിജിബാലിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്നത് ആ ഏരിയയിലാണ്. പക്ഷെ ഞാൻ കമ്പോസിങ്ങിൽ കുറേയും കൂടി സെലക്റ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, ഫീറ്റസിന് വേണ്ടിയിട്ടുള്ള ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് വേൾഡിൽ തന്നെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ AR റഹ്മാൻ സാറിൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ് തന്നെയാണ്. ഡെഫിനറ്റ്ലി. ആ ഒരു എക്സ്പീരിയൻസ് പഠിച്ച കാര്യങ്ങൾ എന്താണ് ശരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മെസ്സേജ് ആയിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. കാരണം അതിനു മുന്നേ, അദ്ദേഹം വിളിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു 4-5 മാസത്തെ സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. എനിക്ക് സ്പോണ്ടിലൈറ്റിസ് അഗ്രവേറ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ കിടപ്പായിപ്പോയി. എന്നുവെച്ചാൽ ബെഡ് റിഡൻ ആയിട്ട് കിടപ്പായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വർക്കുകൾ പലതും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കസനോവ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു സോങ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം വേറെ ആൾക്കാർ ചെയ്യേണ്ടി വന്നു.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു പ്രോബ്ലം എനിക്കുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആകെ ഡൗൺ ആയിട്ട് പോകുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടൊരു ബിലീഫ് ഉണ്ട്, ദൈവം കൂടെയുണ്ട്, ഒരിക്കലും നമുക്ക് അങ്ങനെ ഇതും സംഭവിക്കില്ല എന്നുള്ളത്. അസുഖമൊക്കെ ഭേദമായി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ AR റഹ്മാൻ്റെ കോൾ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം ഡബിൾ ഓസ്കാർ കിട്ടി വന്നിരിക്കുന്ന സമയം എന്നെ അങ്ങനെ വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ റഹ്മാൻ സാർ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാ, ആ പടത്തിന് വേണ്ടിയിട്ട് ഈ പാട്ടിൻ്റെ ആവശ്യമില്ല, സ്ക്രിപ്റ്റ് അനുസരിച്ച് അങ്ങനെ ഒരു സോങ് ഇല്ല. പക്ഷേ പുള്ളിക്ക് തോന്നുകയാണ് ഐ നീഡ് ടു കമ്പോസ് വൺ മോർ സോങ് ഒരു മലയാളത്തിൽ. ഗൗതം എന്നോട് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് പാട്ടിൻ്റെ ആവശ്യമില്ല, സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചുമ്മാ ഒരു പാട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. എന്നിട്ട് പ്രൊമോ സോങ് ആയിട്ട് ഇടാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഗൗതം സാറിന് ഈ പാട്ട് എങ്ങനെയെങ്കിലും ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അങ്ങനെ ഫൈനലി ചെന്നൈയിൽ വന്ന ന്യൂസ് ഇങ്ങനെയായിരുന്നു, ഡയറക്ടർ ഗൗതം മേനോൻ റീറൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ്. പാട്ടിന് വേണ്ടി തൻ്റെ തിരക്കഥ മാറ്റി എഴുതി അതിലെ ക്ലൈമാക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോങ് ആയിട്ട് ഈ പാട്ട് മാറുകയും ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ എനിക്കൊരു ബർത്ത് എനിക്ക് ആവശ്യമായിരുന്നു ഈ ഫീൽഡിൽ. അത് തീർച്ചയായിട്ടും ഈ സോങ് ആണ് അത് കൊണ്ടുവന്നത്. അത് നമുക്ക് പാടാൻ പറ്റും. മാമലയേറി വരും തെന്നൽ പുതുമണവാളൻ തെന്നൽ പള്ളിമേടയെ തൊട്ടു തലോടി കുരിശിൽ തൊഴുതു വരുമ്പോൾ വരവേൽപ്പിന് മലയാള